മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഒരു BJP പ്രവർത്തകനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതായിട്ട് അറിഞ്ഞു. സാധാരണ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യമുള്ള ആളിനെയാണ് നോമിനേറ്റ് ചെയ്യാറുള്ളത്. ഇന്ന് വരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുമ്പോഴുള്ള കീഴ്വഴക്കം അതാണ്. ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളയാൾ, അല്ലെങ്കിൽ പ്രാഗൽഭ്യമുള്ള ആൾ. ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ, ഇവർ സുരേഷ് ഗോപിയെ പോലും സിനിമ നടൻ എന്നുള്ളതിനെ നമുക്ക് കാണാം. ഒന്നുമല്ലാതെ ഒരു BJP പ്രവർത്തകനെ നോമിനേറ്റ് ചെയ്യുന്ന നടപടി അധാർമികമാണ്. അതും രാഷ്ട്രപതി അങ്ങനെയുള്ള നോമിനേറ്റ് ചെയ്യുന്നവരുടെ പട്ടികയിൽ അങ്ങനെയുള്ള പാർട്ടി പ്രവർത്തകരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ചരിത്രമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വയനാട് വീട് നിർമ്മിച്ച് നൽകുന്നതിന് KPCC ഒരു പദ്ധതി നടന്നു. 4,13,000 രൂപ, 4 കോടി 13 ലക്ഷം രൂപ, 3 കോടിയാണ് ഈ യൂത്ത് കോൺഗ്രസ് ഫണ്ട് നടത്തുക. പുറത്ത് വീട് വെച്ച് നിർമ്മിക്കുന്ന നൽകുന്ന പക്ഷെ ഒന്നും ആയിട്ടില്ല. എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടത്തിൽ അത് വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർ ചെയ്യും. ഒരു പരാതിയില്ല. അതൊക്കെ കൈരളി വരുന്ന വാർത്തയാണ്.